പിള്ളേരെ കുഞ്ഞുങ്ങളെ കുറയ്ക്ക് കൊടുക്കുവേ. നീ ഒന്ന് അങ്ങനെ മതിയേ. എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. എല്ലാവർക്കും അവരവരുടെ കാര്യം. ഒരു മുട്ട് വന്നാല് ഓടിച്ചെല്ലാം കാരണവന്മാരുണ്ടല്ലോ. ഞങ്ങൾക്ക് ഒരു മുട്ട് വന്നാല് ഞങ്ങൾ എവിടെ പോകുമെന്ന് ഇപ്പോഴും എനിക്കറിയാൻ മേല. എന്തായാലും നീ വിഷമിക്കേണ്ടിയ. എന്തിനാണ് നിന്റെ ജോപ്പനും അവനിങ്ങോട്ട് പോകുന്നില്ലേ? നീ അങ്ങനെ വിളി. ഇത് നമ്മളെ കൂടി വീടാ. ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാ. നമ്മുടെ പറമ്പിന്റെ തെക്കുഭാഗത്തുള്ള ഒട്ടക്കെടുത്തിന് എന്നെ മുടിയാൻ വിളംബര കാലത്ത് ഏതോ ഒരു ചെല്ലി വലിയൊരു സ്വർണ്ണപ്പെട്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് എന്റെ കാരണവന്മാര് മുതൽ പണ്ട് കേൾക്കണതാണ്. നമ്മുടെ ചോര വേർപ്പാക്കി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് ഗ്രാമത്തിലേക്കായി. നീ വിഷമിക്കാതെ നമ്മുടെ മക്കളും കുടുംബങ്ങളല്ലേ ഏർപ്പെടുന്നത്. എന്നാലും നമ്മളിപ്പം ഉത്തം വീട്ടിൽ ചെന്നാൽ എല്ലാ പ്രയോജനം അകത്ത് കയറാൻ ഒക്കുമോ? സിംഹബോധത്തെ പട്ടിക നമ്മളെ കൂടെ അടുത്തില്ലേ? അതിനാണ് നമ്മളെ കണ്ണെടുത്ത കണ്ടുമില്ല. അതിന് ജോപ്പന്റെ സ്വഭാവമാണ്. നമ്മൾ രണ്ടാളും വീട്ടിലിരിക്കാതെ നേരെ പറയാൻ വേണ്ടി പള്ളി ഭക്ഷണക്കാരെന്നും പറഞ്ഞ് നമുക്ക് തോന്നിയ പോലെ തോന്നിയ സമയത്ത് പേര് ചെല്ലാൻ പറ്റുമോ? പറഞ്ഞ കേട്ടിട്ടില്ലേ, മമ്മി ഇംഗ്ലണ്ടിലൊക്കെ ഒരു വീട്ടിൽ കയറി ചെല്ലാൻ നേരത്തെ ഇവിടെ വിളിക്കണമെന്ന്. ഇപ്പൊ ഇവിടെ അമ്മയൊക്കെ തന്നെയാണ്. അത് നമ്മുടെ സൗകര്യം നോക്കിയിട്ടല്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് അമേരിക്കയും ഇംഗ്ലണ്ടൊന്നും അല്ലല്ലോ, നമ്മുടെ കുട്ടികളല്ലേ. അതും നമ്മുടെ സ്വന്തം മകളുടെ വീട്ടിൽ ചെല്ലാൻ നിനക്ക് ഓർമ്മയുണ്ടോ? അവള് കെട്ടിയോടെയും പിള്ളേരെയുമായി ഇങ്ങോട്ട് കയറി വന്നത് നമ്മളെ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് അവരുടെ കെട്ടിയോനെ മുതൽ സൂക്ഷിക്കാൻ പട്ടീനെ അടിച്ചുകൊണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? പട്ടിയെ നല്ല നാവിനുള്ള ചെറുവാ, അല്ലാതെ നമ്മുടെ മക്കളെ പോലെ അല്ല. എന്തായാലും വളർത്തുകണം, അല്ലാതെല്ലാം. അതുകൊണ്ട് ആ പട്ടികൾക്ക് നമ്മളെ കണ്ടുകൂടാത്തത്. നമ്മൾ ആ വീട്ടിൽ ചെന്നാല് കേട്ട് തുറക്കും. നമ്മുടെ മോളൊന്ന് ഇറങ്ങി വന്ന് ആ കേട്ടൊന്ന് തുറന്നു തന്ന് ഇതിയാൻ എന്ത് പറ്റി? നമ്മളെ ചെന്നപ്പോ മോള് ചിട്ടി കാണുമോ? പിള്ളേരെ പഠിപ്പിക്കാൻ മറ്റായിരുന്നിട്ട് തിരക്കായിരുന്നിരിക്കും. പട്ടിപുര കേൾക്കുമ്പോഴൊക്കെ വന്ന് കേട്ടിങ്ങനെ നോക്കാൻ തുടങ്ങിയ പിന്നെ അതിനെ നേരം കാണാം. എന്തിനാ മതിയെ എന്നെ സമാധാനിപ്പിക്കാൻ നീ അതിനൊക്കെ പറഞ്ഞു? എനിക്ക് നിനക്കും അറിയാൻ മേലെ എന്നതാ കാര്യമുണ്ട്. ഞാൻ അതൊന്നും കണക്കാക്കിയിട്ടല്ല. നമ്മള് മായായാലും ഒരു ദിവസം എവിടെ കിടന്നാലും ഒരു ദിവസം പണി തീരും. അപ്പൊ മക്കൾക്ക് നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് സെമിത്തേരി കൊണ്ടാകണേ. ഇപ്പോഴത്തെ ചെലവ് വെച്ച് അവരും നോക്കും. വളരെ കിട്ടപ്പോഴുണ്ടോന്നാ ഇക്കാലത്ത് പിള്ളേരെ സ്കൂളിൽ അയച്ചാനൊക്കെ എന്നാ ചെലവ്. ആ
ചെറുശ്ശേരി മാഷിന് സ്തുതി പറയണം. ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഇത്രയും വലിയ നിലയിൽ എത്തിക്കാൻ പറ്റുമായിരുന്നോ? അതാ ഞാൻ പറയണേ. നമ്മൾ ചെന്നപ്പോ മോള് TV കാണുകയും സമയാവുന്നതിനും പിള്ളേരെ പഠിക്കലൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. നമ്മള് ചെല്ലാണെങ്കിൽ മോളി മുഴുവൻ ചെല്ലിരിക്കും. അല്ലെങ്കിൽ ഗേറ്റിൽ നിന്ന് മക്കളെ എന്ത് വിളിച്ചു പോകണം. നമ്മുടെ മക്കളെല്ലാം നാട്ടുകാരെല്ലാം അതുപോലെ മക്കളുടെ അത് പുറത്തിലുണ്ടാക്കിയോ? എല്ലാവരും എല്ലാവർക്കും അറിയാം. നമ്മളൊരു കണ്ണടച്ചു മാത്രം വേണ്ടിയാ. കൊല്ലം എത്രയായി ഈ ഒറ്റപ്പെട്ട് തുടങ്ങിയിട്ട്? സിബു പോലും നേഴ്സിംഗിന് പോയ പിന്നെ ആരെങ്കിലും വന്നു പോകുമ്പോഴല്ലാതെ ഒരാളെടുത്തുണ്ടോ? നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാ വല്ല പത്രക്കാരനോ പാലുകാരനോ പറയാതെ അതറിയാം. കൊല്ലം എത്രയായിട്ടും നിങ്ങൾ പറഞ്ഞാൽ കണ്ടിരിക്കുകയാണോ? ഒരു പ്രായമായാൽ അവനോ വേണ്ട. പിന്നെയാണോ മറ്റുള്ളവർക്ക് നിങ്ങൾ വന്ന് കിടക്കാൻ നോക്ക്. അല്ലെങ്കിൽ നാളത്തെ പണി നോക്കും പിള്ളേർ പറഞ്ഞ പോലെ ഗോപിയായി പോകും. നമ്മുടെ ജീവിതത്തില് സൂര്യന് അസ്തമിച്ചു, ചന്ദ്രപ്രഭയും പൊക്കെഴുതി. എങ്കിലും കാലത്തിന് മാത്രം മാറ്റമില്ല. താനൊക്കെ ചിങ്ങമാസത്തിലെ നിലാവ് വരലിരിക്കുന്നത്. ഇനി എന്ത് നിലാവും വസന്തോ ഇതൊക്കെ കാണേണ്ട പ്രായത്തിന് ഇതൊന്നും കാണാൻ കഴിഞ്ഞില്ല. പണമുണ്ടാക്കാനുള്ള പത്രപ്പാടായിരുന്നു. മക്കളെ പോറ്റാൻ മക്കൾക്കും വേണ്ടി സമ്പാദിക്കാൻ ഈ ജീവിതം വെറുതെ കരിന്തിരി കത്തുമ്പോഴാണ് നിങ്ങൾ നിലാവ് കാണുന്നത്. ഈ 10-75 കൊല്ലം ഭൂമി ജീവിച്ചിട്ട് ഇപ്പോഴെങ്കിലും ജീവിതത്തിലെ നിലാവ് അല്ലെങ്കിൽ വേണ്ട ഞാനൊന്നും പറയുന്നില്ല. ഒരു കാലം അതൊക്കെ ഇനിയും പറഞ്ഞിട്ടെന്നാ കാര്യം? അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു. മക്കള്, പിള്ളേര്, പണം, പ്രശസ്തി. ഇന്നിപ്പം ആർക്കു വേണ്ടി ഈ നെട്ടപ്പെടുന്നത് ചെയ്തോ? അവർക്കൊന്നും ഇതിന്റെ ആവശ്യമില്ല. മറിയേ, നമ്മളെന്താണ് ഈ മുന്നോട്ട് പോകുന്നത്? അതും തനിച്ചായാൽ പ്രയാസമാകുമോ? അതൊക്കെ ഒടയതമ്പുരാനല്ലേ തീരുമാനിക്കുന്നത്. നമുക്ക് അതിന് എന്ത് പങ്കാണുള്ളത്? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു നമുക്ക് ഒരുമിച്ച് പോകാനുള്ള ഒരു വഴി. എന്ത് വഴി? അറിയാൻ വേണ്ട. എങ്കിലും എന്റെ പഴയ ബുദ്ധിയിൽ തോന്നണ ഒരു കാര്യം പറയട്ടെ. നമുക്ക് ആ പുഴയിൽ അറിയാലോ. നിങ്ങൾക്ക് നീന്താൻ അറിയാമല്ലേ? അറിയാം. എനിക്കും അറിയാം. കുത്തൊഴുക്കിപ്പെടാണ്ട് ചാവാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? വേറെ എന്തെല്ലാം മാർഗം കിടക്കുന്നു. നിങ്ങൾ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട. തീരെ ഒറ്റാതാവും. തീരെ ഒറ്റക്കാക്കിട്ട് പോകാൻ ഒരു പ്രയാസം. അതുകൊണ്ട് ആലോചിക്കുക. ചിലപ്പോഴാണ് കുറച്ചുകൂടി കഴിഞ്ഞാ അതിനും പറ്റാതാവും. ശരിയായിരിക്കും. എന്നാൽ അതിപ്പോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് അത് വേണ്ട അവർക്ക് അതിൽ കുറച്ചിലാവും. ഈ ദുഷ്ടിന്റെ ഒക്കെ മാറാൻ കർത്താവിനോട് സാധിക്കും. ആ ബൈബിൾ എടുത്തൊന്ന് വായിക്കും. എന്നെ പഠിച്ചാക്കിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകുമോ പറയാം? ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നോട് വേദനയുണ്ടാകണമേ. യഹോവയെ എന്റെ അസ്ഥികൾ ദ്രവിച്ചിരിക്കുന്നു. എന്നെ സൗഖ്യമാക്കണമേ. മോളെ അതൊക്കെ കൊടുക്കാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? അമേരിക്കയിൽ വരുന്ന പിള്ളേരുടെ ശീലങ്ങളൊക്കെ നമുക്കറിയാമോ? എന്നാ ഉണ്ടാക്കി കൊടുക്കും. അതിനിരിയാൻ എടുത്ത് ചാവേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ മോളെന്ന് നോക്കിക്കൊള്ളും. നേരത്തെ വന്നപ്പോൾ പിള്ളേർക്കുള്ള ശാപണൊക്കെ ആയിട്ടല്ലേ ഒന്ന് വന്നത്. ഇതങ്ങനെയൊക്കെയാണോ? അവരിവിടെ കുറച്ചു കാലത്തിൽ കാണുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്തായാലും ഒരു ഒച്ചയാണ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം.
നിന്റെ ഈ എടുത്തിയായിട്ടൊന്നും ഓളമ്മയുടെ പിള്ളേരുടെ നേരെ ഇട്ടേക്കരുത്. അങ്ങനെ വല്ലതും ചെയ്താ അതുങ്ങളുടെ അങ്ങനെ ആ കാട്ടിന് പോകും. ഞാൻ ഇതിനും പോണില്ലേ? നാളെ ആരടി പോകുന്നത്? ഇവൻ പോവോ? അവനെയൊക്കെ പാട്ടുപരിപാടിയാണ് പറഞ്ഞത്. സണ്ണിമ പോകുന്ന പറഞ്ഞിങ്ങനെ കണ്ട കള്ളും കുടിച്ച് അവൻ പോവാതിരുന്നാ മതിയായി. ഓളം വെക്കുന്നൊന്നും പിടിക്കുകയില്ല. നിങ്ങൾ വന്ന് കിടക്കാൻ, അല്ലെ നാളെ അവര് വരുമ്പോ നമ്മൾ എഴുതിയില്ല. എനിക്കൊന്നും പറ്റുന്നില്ലേ? നാളെ പോലെങ്കിലും നമ്മുടെ ഈ ഒറ്റപ്പെടൽ നിന്ന് അവസാനിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞില്ല, ഇനിയെങ്കിലും നിന്റെ ഈ ഊരുകളൊന്ന് അവസാനിപ്പിച്ചേക്കണം. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. വർദ്ധിക്കാനൊന്നും നിൽക്കണ്ട.